ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ്. എളുപ്പത്തിൽ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പബ്സ് പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 കപ്പ് തിളപ്പിക്കാതെ പാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതേ 1/2 കപ്പിൽ തന്നെ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനത് വീഡിയോയിൽ കിട്ടിയിട്ട് നിങ്ങൾ അത് ഇട്ട് കൊടുത്തിട്ടായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നല്ലോണം മഷി പോലെ അരച്ചിട്ട് ഇത്രയും കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. തീരെ കട്ടിയായ പിന്നെ അതിൻ്റെ ദോശയ്ക്ക് ഒരു ഇത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. എന്നിട്ടാകുമ്പോൾ അങ്ങനെ ഇതേപോലെ അരച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾ പൊടി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അളവ് മാറ്റി കൂടുകയും കുറച്ചെല്ലാം എടുത്തു കൊടുത്താൽ മതി. ഞാൻ ഇത്ര എടുത്തുകൊണ്ടാണ് ഈ അളവ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ദോശക്ക് എല്ലാത്തിനും മാവിനെല്ലാം ഉപ്പിട്ട് കൊടുത്തിട്ട് തന്നെ അരച്ചിന്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് 2 വട്ടം ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ സവാള വാടി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും. ഞാൻ പിന്നെ അത് എപ്പം കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിലേക്ക് ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു ഫ്ലേവറിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലാക്സും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടായിട്ട് നമുക്ക് അതിനൊന്ന് ഇത് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അതും കൂടെ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് പിന്നെ ക്യാപ്സിക്കും ഉള്ളിയെല്ലാം നല്ലോണം വാടി കിട്ടും. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറേ നേരം ഇട്ട് ഇളക്കി ബുദ്ധിമുട്ടായൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം എല്ലാം കൂടി വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ല രുചിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഈ ദോശൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ടായിട്ടേ അതൊന്ന് ചുട്ടെടുക്കണം. അങ്ങനെ ഇത് മാറ്റി വെച്ചതിന് ശേഷം ദോശ ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം നൈസായിട്ട് നമുക്ക് ഓരോരോ കയ്യിൽ വെച്ചിട്ടായിട്ട് ആ ദോശനൊന്ന് നല്ല വാങ്ങിലൊന്ന് ചുട്ട് എടുക്കുക. നല്ലോണം വട്ടത്തിൽ തന്നെ പരത്തിയാൽ നമുക്ക് നല്ല സ്ക്വയർ പോലെ തന്നെ അത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മൂത്തിട്ടാകുമ്പോൾ മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 5 എണ്ണേ ചുട്ടെടുക്കുന്നുള്ളൂ, കുറേ ഒന്നും ആക്കുന്നില്ല. അപ്പോൾ 1.5 കപ്പിൽ നമുക്ക് ദോശ ഒരു 8 എണ്ണം ചുടാൻ പറ്റും. പക്ഷെ ഞാനിതിപ്പോൾ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് 5 എണ്ണമാണ്. അപ്പോൾ അതിനൊരു ദോശ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയില്ലേ അതിൽ നിന്ന് 1 സ്പൂണും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ മുട്ട എടുത്തത് 5 മുട്ട പൂങ്ങിയിട്ട് പകുതി മുറിച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മുട്ടക്ക് 10 എണ്ണം കിട്ടും. ഞാൻ ഇപ്പോൾ 5 എണ്ണയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ 1 സ്പൂണ് പിന്നെ ആ മസാലയും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ പൂങ്ങിയ മുട്ട നടുക്കുന്ന് മുറിച്ചിട്ട് അതിൻ്റെ പകുതിയും കൂടി ഒന്ന് മറിച്ച് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒരു പശ പോലെ ആക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അതും കൂടി ആക്കിയിട്ട് അതിൻ്റെ 4 സൈഡും ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം 2 സൈഡ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ആ 2 സൈഡും കൂടെ തേച്ച് കൊടുത്തിട്ട് അതിനും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു പബ്സിൻ്റെ പോലത്തെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. കാണാനും നല്ല ഇത് ഉണ്ട്. പിന്നെ നമുക്കത് തിന്നാനും എല്ലാത്തിനും നമുക്ക് നോമ്പിന് പുരയിൽ ആരെങ്കിലും വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും ടേസ്റ്റായിട്ടുള്ളതുമാണ്. അപ്പോൾ ഞാനിത് 5 എണ്ണം ഇങ്ങനെ ഇത് പുറത്തിങ്ങനെ ഒരു എണ്ണൻ്റെ ഇതുപോലെ കാണുന്നത് ഇതല്ല ആ മസാലേൻ്റെതാണ്, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ഇത് 5 എണ്ണം ഇതേപോലെ കോട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കണമെന്നില്ല, കുറച്ച് എണ്ണ വട്ടത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അപ്പുറം ഇപ്പുറം ഒരു പൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ അത് നിറച്ച് വെച്ചിട്ട് അത് ഫുള്ള് മുങ്ങുന്നില്ല, കണ്ട അതിൻ്റെ അടിഭാഗം മാത്രം കുറച്ച് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളുടെ 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണക്കിന് നോക്കിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പൊരിക്കുന്നവർക്ക് പൊരിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഞാനിത് 5 എണ്ണം ഇങ്ങനെ ഒരു വലിയൊരു പാത്രം എടുത്ത് 5 എണ്ണം നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഇടാൻ പറ്റും. അങ്ങനെ ഞാൻ 5 എണ്ണം കൂടെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തീ അപ്പം ചെറുതായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. തീ പെട്ടെന്ന് കൂട്ടി എല്ലാം പുറം കരിഞ്ഞിട്ട് മൂത്തിട്ട് ഉള്ളു പോകാണ്ട് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ.
അപ്പോൾ ഇതെല്ലാം പിന്നെ ഇത് ഫസ്റ്റ് വേവിച്ചെടുത്ത സാധനം ഉണ്ട്. എന്നാലും ഞാൻ പൊതുവെ പറഞ്ഞത് എന്തുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇത് ഞാൻ ഇതിനൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായത്. അതിന് ശേഷം ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇത് ഈ ഒരു ഗോൾഡൻ കളർ പോലെ ആകും. നല്ല ഗോൾഡൻ കളറൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്കിത് ഇതിന് 5 എണ്ണത്തിനൊന്ന് കോരി മാറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോ. ഒന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതാ നോമ്പെല്ലാം വരാൻ പോകുന്നല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയതും തന്നെ. വേറെ കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊന്നും വേണ്ട. മുട്ട ഇതിൽ എളുപ്പത്തിൽ എല്ലാവരുടെ വീട്ടിൽ എപ്പോൾ ഉണ്ടാകുന്നതന്നല്ലേ. അങ്ങനെ ഞാൻ ഇത് 5 എണ്ണം കൂടി കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ഞാനിത് ഈ എണ്ണയിൽ ഊറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് 5 എണ്ണം കൂടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്ക്. ഞാൻ ഇത് 5ഉം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ തക്കാളി സോസും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ മുക്കി തിന്നാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തക്കാളി സോസ് ഞാൻ പുരയിലെല്ലാം ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ ആ തക്കാളി സോസും കൂടെ ഞാൻ അതിൻ്റെ പാത്രത്തിൻ്റെ ഒരു കിണ്ണത്തിൽ ചെറിയൊരു കിണ്ണത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പിന്നെ ഇതൊന്ന് മുറിച്ചിട്ടും കൂടെ കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.